ആ പെണ്ണ് അങ്ങോട്ട് ചെന്നല്ല, ജിൻഡോ ഇങ്ങോട്ട് വന്നതാ. ആൾക്കാര് അവളെ എല്ലാം കുറ്റം പറയാ, അവനെ പറയുള്ളൂ. ജിൻഡോയുടേതൊരു മോശം ക്യാരക്ടറാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബിഗ് ബോസിനകത്ത് പല ആവർത്തി പല വ്യക്തികളും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് അവസരം കിട്ടുമ്പോഴൊക്കെ പല ആൾക്കാരും പയറ്റുന്നുമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കണ്ട വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ജയിലിൽ കിടന്നപ്പോൾ സംഭവിച്ച ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ മുറിക്കകത്ത് വന്ന് ശ്രീരേഖ ചർച്ച ചെയ്യുകയാണ്. ആ പെങ്കൊച്ചല്ല പ്രശ്നക്കാരി, ജിൻഡോയാണ്. ജിൻഡോ അങ്ങോട്ടങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഈ സംസാരത്തിൽ എങ്ങോട്ടാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അയാളുടെ മോശം ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ അത് പുറത്തെടുക്കുവാൻ ഒരു അവസരത്തിന് വേണ്ടി ജാസ്മിൻ കിടക്കുന്ന സ്ഥലത്തേക്ക് പതിയെ പതിയെ നീങ്ങി ചെല്ലുകയാണ്. ഒറ്റയ്ക്കാണല്ലോ രാത്രിയിൽ കിടക്കുന്നത്. ആ സമയത്ത് ജാസ്മിന്റെ മേൽ കൈവെക്കാൻ തന്നെയാണ് അയാൾ കയറി ചെല്ലുന്നത് എന്ന അർത്ഥത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശ്രീരേഖയുടെ ഈ സംസാരം. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ ക്ലിപ്പ് മുഴുവനും ഇവിടെ പ്രദർശിപ്പിക്കുവാൻ കഴിയില്ല. എന്നാൽ ആ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ ശ്രീരേഖ പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യം ഇതാണ്. നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ അയാൾ പതിയെ അങ്ങോട്ട് ഇഴഞ്ഞിഴഞ്ഞ് ചെല്ലുന്ന കാഴ്ച കണ്ടില്ലേ? ശരിക്കുമുള്ള ജിൻഡോയുടെ ഫേസ് ഇതാണ്. അയാൾക്ക് 2-3 ഫേസ് ഉണ്ട്. അതൊക്കെയാണ് അയാൾ പല ആവർത്തിയായിട്ട് ഇവിടെ മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റിയൽ ഫേസ് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. വാസ്തവത്തിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ആ ജയിൽ മുറിക്കകത്ത് രാത്രി 1 മണിക്ക് ബഹളമുണ്ടാക്കുന്നത് കേട്ടുകൊണ്ടാണ് അവരവിടേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അല്ലാതെ ദൃക്സാക്ഷികളായിട്ട് ആരുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജിൻഡോ ആ കിടക്കുന്ന കിടപ്പിൽ തന്നെ അവിടെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ജിൻഡോ മാറാത്തത്? എഴുന്നേറ്റ് മാറടൂ, എടാ മാറി കിടക്കടാ, നീ ഇവിടെ കിടക്കരുത്, നീ അപ്പുറത്ത് പോയി കിടക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അയാളെ പ്രകോപിപ്പിക്കുവാനും എഴുന്നേൽപ്പിക്കുവാനും വേണ്ടി ജാസ്മിൻ കൊണ്ടുപിടിച്ച് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അയാൾ അത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ ജിൻഡോയോട് എഴുന്നേറ്റ് മാറിക്കിടക്കണോ എന്ന് പറയാൻ ജാസ്മിൻ ആരാണ്? ജാസ്മിന്റെ കുടുംബസ്വത്താണോ ഈ ജയിൽ എന്ന് പറയുന്നത്? ആ ജയിലിനകത്ത് തൊട്ടപ്പുറത്ത് വിശാലമായ സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ ജാസ്മിൻ ഈ കുടുസായ സ്ഥലത്ത് മാത്രമേ കിടക്കൂ. അവിടെ വെച്ചിരുന്ന വെള്ളവും പാത്രവും എടുത്തു മാറ്റിയിട്ട് അവിടെ തന്നെ പോയി കിടക്കുന്നത് എന്തിനാണ്? അവിടെ AC യുടെ തണുപ്പ് കിട്ടാനാണോ? ജാസ്മിൻ പറയുന്നു AC യുടെ തണുപ്പ് കിട്ടാനല്ല ഞാൻ അവിടെ കിടന്നത്. ഒരു വേള ജിൻഡോ ചോദിക്കുന്നുണ്ട്, നിനക്ക് തണുപ്പിന് വേണ്ടിയാണ് അവിടെ കിടക്കുന്നതെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടുന്ന് മാറി തന്നേക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് തണുപ്പിന് വേണ്ടിയല്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടത്രേ. ശരിക്കും ആ AC യുടെ ഒരു തണുപ്പ് അതിലൂടെ വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ആ ഒരു മൂലയ്ക്ക് പോയി കിടക്കുവാൻ വേണ്ടി ജാസ്മിൻ തയ്യാറാകുന്നത്. ജിൻഡോയ്ക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തണുപ്പ് അവകാശപ്പെട്ടതല്ലേ? ജിൻഡോയ്ക്കും അവിടെ കിടക്കാൻ പാടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി സംസാരിച്ച് സമവായത്തിലെത്തണം. നമ്മൾ രണ്ടുപേരും ഇവിടെ കിടക്കണ്ട, സാധാരണ കിടക്കാൻ സ്ഥലമുണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ, എല്ലാവരും എല്ലായ്പ്പോഴും കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറിക്കിടക്കാം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ട്. പക്ഷേ ജിൻഡോയെ അവിടുന്ന് മാറ്റിയിട്ട് ജാസ്മിൻ അവിടെ തന്നെ കിടക്കൂ എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജിൻഡോ മാറിക്കിടക്കാൻ തയ്യാറായില്ല. രാത്രി 1 മണിക്ക് അവിടുന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ഇയാളെ ഫയർ ചെയ്യുകയാണ്. എന്നിട്ടാണ് ജിൻഡോയുടെ ചുമലിൽ അടിച്ച് അവിടെ പ്രകോപനം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത് ജാസ്മിന് വാചക കസരത്ത് നന്നായിട്ടുള്ളത് കൊണ്ടും അത്രയും അങ്ങോട്ട് ജിൻഡോ എത്താൻ സാധ്യതയില്ലാത്തത് കൊണ്ടും അവരുടെ മുമ്പിൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ ജിൻഡോയ്ക്ക് പറ്റിയില്ല. അവർ വന്നപ്പോൾ ജിൻഡോ അവിടെ കിടക്കുകയാണ്. കൃത്യമായ ചോദ്യങ്ങൾക്കൊന്നും അവരുദ്ദേശിച്ചതുപോലുള്ള മറുപടി ജിൻഡോ കൊടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഭാഗത്താണ് ന്യായം എന്നവർ ചിന്തിച്ചു. പിടിവാശി ജാസ്മിൻ കാണിച്ചപ്പോൾ ജിൻഡോയും അല്പം പിടിവാശിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ശ്രീരേഖ പറയുന്നത്, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അയാൾ അങ്ങോട്ടങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ടില്ലേ, അയാളുടെ യഥാർത്ഥ മുഖം ഇതാണെന്ന്. യഥാർത്ഥ മുഖം ഇതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീരേഖ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇതിൽ കൂടി വളരെ വ്യക്തമാകുന്നുണ്ട്. ജിൻഡോ മോശം ക്യാരക്ടറുള്ള ഒരു മനുഷ്യനാണ്. ഒരവസരം ഉണ്ടാകാൻ വേണ്ടി അയാൾ നോക്കിയിരിക്കുകയാണ് എന്ന രീതിയിലാണ്. എൻ്റെ പൊന്നു ശ്രീരേഖ, ഇത്രയും ക്യാമറ കണ്ണുകൾ അവിടെ ഉള്ള സ്ഥലത്ത് ജിൻഡോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾക്ക് മാത്രമേ ധൈര്യമുണ്ടാവുകയുള്ളൂ. എന്നിട്ട് പറയുകയാണ്, കാണുന്ന ആൾക്കാർ ജിൻഡോയെ മാത്രമേ മോശക്കാരനാക്കുകയുള്ളൂ, ആ പെങ്കൊച്ചിന് യാതൊരു കുഴപ്പമില്ല, അവൾ പാവമാണെന്ന്. ശ്രീരേഖ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറാകുന്നത്? ഈ വൈൽഡ് കാർഡിൽ കൂടി വന്ന ആൾക്കാരൊക്കെ കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ട്. മാരകമായൊരു സപ്പോർട്ട് പുറത്ത് ജിൻഡോയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സപ്പോർട്ടിനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നാറ്റ കേസുകളിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിയും. കാരണം ഇമാതിരി സംഭവങ്ങളൊക്കെ ആൾക്കാരുടെ മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ ന്യായീകരിക്കാൻ നിൽക്കില്ല, അവർ തന്നെ പെട്ടെന്ന് പിന്മാറും. അതാണ് ഈ ഒരു കേസിന്റെ ഒരു പ്രത്യേകതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചൊരു കളി കളിക്കുവാൻ വേണ്ടി വന്നാൽ ജിൻഡോയെ ആ വീട്ടിനകത്തുനിന്ന് പുറത്താക്കാം എന്നൊരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണം, ശ്രീരേഖയുടെ ക്യാരക്ടറിന്റെ സവിശേഷത
10-45 ദിവസത്തിലധികമായിട്ട് പ്രേക്ഷകരായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് പറയുകയും അതിന് ഓപ്പോസിറ്റായിട്ട് അപ്പുറത്ത് പോയി പറയുകയും ചെയ്യുന്ന, അപ്പോൾ തന്നെ സൽസ്വഭാവി, നിഷ്കളങ്ക, സത്യസന്ധതയുടെ മൂർത്തിഭാവം, ഈ രീതിയിലൊക്കെ അഭിനയിച്ച് മുൻപോട്ട് പോകുന്ന ശ്രീരേഖയുടെ പല തരത്തിലുള്ള ഫേസുകൾ ഇതിനോടകം ഞങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതിനു മുൻപൊരു വീഡിയോ ചെയ്തപ്പോൾ വളരെ പ്രാധാന്യതയോടുകൂടി ഞാനൊരു വിഷയം പറഞ്ഞിരുന്നു. അതായത് ഗബ്രി എന്ന വ്യക്തി ഒരിക്കലും പവർ റൂമിനകത്തേക്ക് വരുവാൻ പാടില്ല എന്നുള്ള രീതിയിൽ ശാഠ്യം പിടിച്ചു നിന്ന ഒരാൾ തന്നെയായിരുന്നു ഈ ശ്രീരേഖ. ശ്രീരേഖ എന്തോ മല മറിച്ചിട്ട് പവർ റൂമിൽ കയറിയതുപോലെയാണ്. പവർ റൂമിൽ 2 പ്രാവശ്യം ശ്രീരേഖ കയറിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രാവശ്യം ആദ്യത്തെ ആഴ്ചയായിരുന്നു. അന്ന് ഭാഗ്യത്തിന് കിട്ടിയതാണ്. ലക്കിൽ ഒരാളങ്ങ് തെരഞ്ഞെടുക്കുകയാണ്. അർജുനാണ് ക്യാപ്റ്റനായിട്ട് വന്നത്. അതുകൊണ്ട് അർജുൻ കുറെ ആൾക്കാരെ വലിച്ചു കയറ്റിയ കൂട്ടത്തിൽ ശ്രീരേഖയും അതിനകത്ത് കയറിപ്പറ്റി. രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെയാണ് അതിനകത്ത് കയറുവാൻ പറ്റിയത്? ജാൻമണി വെച്ച് നീട്ടിയ ഭിക്ഷയായിരുന്നു ഇപ്പോഴത്തെ ശ്രീരേഖയുടെ പവർ റൂം പ്രവേശം. അങ്ങനെ പവർ ടീമിന്റെ ഭാഗമായി ശ്രീരേഖ മാറി. ഈ ആഴ്ച വീണ്ടും ആ അധികാരം അവർ നിലനിർത്തുകയും ചെയ്തു. ആ അധികാരം അവർ നിലനിർത്തിയതിനകത്തും ശ്രീരേഖയുടെ സംഭാവനകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചുളുവിൽ പവർ ടീമിനകത്ത് കയറിപ്പറ്റിയ ഒരാളാണ് ഗബ്രി അകത്ത് കയറാതിരിക്കുവാൻ വേണ്ടി അവിടെ വലിയ ചർച്ചകൾ നടത്തുന്നത്. എന്തായാലും ഗബ്രി അതിനെ പൊളിച്ചുകൊണ്ട് നിർഭാഗ്യവശാൽ അകത്ത് കയറി. ഗബ്രി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ശ്രീരേഖ എന്താണ് പറഞ്ഞത്? ബിഗ് ബോസെ, കൊലച്ചതിയാണ് ഞങ്ങളോട് ഈ കാണിച്ചിരിക്കുന്നത്. ഇവൻ ഒരിക്കലും ഇതിനകത്ത് വരുവാൻ പാടില്ലായിരുന്നുവെന്ന്. ഇവരൊക്കെ പ്രതീക്ഷിച്ചത് ഇവരുടെ താളത്തിനൊത്ത് തുള്ളാതെ സെപ്പറേറ്റ് ആയിട്ട് ഗബ്രി നിൽക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പവർ ടീമിനകത്ത് ഗബ്രി കയറിയപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം. ഗബ്രി അധികാരം അങ്ങ് പിടിച്ചെടുക്കുകയും വിലസാൻ തുടങ്ങുകയും ചെയ്യും. ആ ഒരു ചിന്ത ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഗബ്രി അതിനൊന്നും മുതിർന്നില്ല. ഇത്തവണ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി അല്ലെങ്കിൽ ബുദ്ധിയോടുകൂടിയാണ് ഗബ്രി കരുക്കൾ നീക്കിയത്. എന്ന് പറഞ്ഞാൽ ആരുടെയും എതിർപ്പ് സമ്പാദിച്ചു വെക്കാൻ വേണ്ടി പോകാതെ തൻ്റെ നാക്ക് സ്വന്തം വായിൽ അടക്കിയിട്ടുകൊണ്ട് അവിടെ തന്ത്രപരമായിട്ട് നിൽക്കുവാൻ തയ്യാറായി. അപ്പോൾ ശ്രീരേഖ വിശ്വസിച്ചു ഗബ്രി പാവത്താനാണ്, നമ്മൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നുണ്ട്, നമ്മുടെ തീരുമാനത്തിന്റെ താഴെയാണ് ഇയാൾ നിൽക്കുന്നതെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗബ്രിയെ മാറ്റിയിരുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഗബ്രി ഇതിനകത്ത് വന്നത് വലിയ ഭാഗ്യമായി. ഗബ്രി വരണമെന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. സാധാരണ പവർ ടീമിനകത്ത് ആൾക്കാർ കുറയുമ്പോൾ പവർ ടീം അംഗങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്, ഒരാളിനെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും. എന്നാൽ ഇക്കുറി അതിനകത്തേക്ക് കയറുവാൻ വേണ്ടി മത്സരം വെച്ചു. അല്ലായിരുന്നുവെങ്കിൽ, തെരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമായിരുന്നുവെങ്കിൽ ഞാൻ ഗബ്രിയുടെ പേര് തന്നെ പറയുമായിരുന്നു, ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരുന്നതാണെന്ന്. എന്തൊരു കള്ളത്തരമാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് പ്രേക്ഷക സമൂഹം കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ സംസാരിക്കുന്ന, അതാണ് ശ്രീരേഖയുടെ റിയൽ ഫേസ്. ഈ ഫേസ് ഉള്ള ആളാണ് ജിൻഡോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ പോയി സംസാരിക്കുന്നത്. ആ പെങ്കൊച്ചു വെറും പാവമാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടതല്ലേ, അയാളാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ. അയാൾ അവിടേക്ക് എഴഞ്ഞെഴഞ്ഞ് കയറി ചെല്ലുകയാണ്. ശരിക്കുമുള്ള ഫേസ് ഇതാണ്. 2-3 മുഖങ്ങൾ ജിൻഡോയ്ക്ക് ഈ വീട്ടിലുണ്ട്. അതിൽ റിയൽ ഫേസ് ഇപ്പോഴാണ് വെളിപ്പെട്ടത് എന്ന്. അവസാനമായി അതിന്റെ പരിഭാഷ ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് വിടാം. കഴിഞ്ഞ പല ആവർത്തി ആ വീട്ടിൽ മുഴങ്ങിക്കേട്ട ശബ്ദം തന്നെ വീണ്ടും പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ജിൻഡോയ്ക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്, ജാസ്മിനെ കാണുമ്പോൾ അത് പൊങ്ങി വരും എന്ന രീതിയിൽ തന്നെയാണ് ഈ വ്യാഖ്യാനിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരിക്കലും യാഥാർത്ഥ്യങ്ങളുടെ മുഖം എന്താണെന്ന് വ്യക്തമായി കാണുന്ന മലയാളി പ്രേക്ഷകർ ശ്രീരേഖയുടെ വാക്കുകൾക്ക് യാതൊരു പരിഗണനയും പ്രാധാന്യവും നൽകുകയില്ല. കാരണം അവർ കാണുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.